കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പ്രയത്നം വ്യക്തമാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം കർത്താവ് തരുന്ന ചില കൽപ്പനകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അത് നമ്മൾ ആദരിക്കണം. ഒന്നാമത്തെ കൽപ്പന, നമ്മൾ ഭവനം പണിയുന്നുണ്ട്. ആ ഭവനം പണിത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് വെഞ്ചിരിപ്പ് എന്ന് പറഞ്ഞ് വൈദികനെ കൊണ്ടുവരും, അല്ലെ? ഇടവ വൈദികരെയോ ഏതെങ്കിലും വൈദികരെ കൊണ്ടുവന്ന് വീട് വെഞ്ചിരിക്കും. വീട് വെഞ്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഉടമസ്ഥ അവകാശം യേശു തമ്പുരാന് സമർപ്പിക്കുകയാണ്. ചിലർ വാഹനം വെഞ്ചിരിക്കുന്ന കാണാം. ആ വാഹനം യേശു നാമത്തിൽ സമർപ്പിക്കുകയാണ്. ചിലർ പറമ്പ് വെഞ്ചിരിക്കും, കിണർ വെഞ്ചിരിക്കും, വീട്ടിലെല്ലാ മുറികളും വെഞ്ചിരിക്കും, ആനാം വെള്ളം തെളിക്കും. യേശു തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വാഹനമായാലും വീടായാലും സ്ഥലമായാലും അത് പിന്നെ നമ്മൾ ഒരു വാടകക്കാരാണ്. നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉടമസ്ഥൻ യേശുവാണ്. ഇങ്ങനെ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വീടിനോ ആ വാഹനത്തിനോ ആ പറമ്പിനോ ദുഷ്ടശക്തികൾക്ക് അവകാശം ഉണ്ടാവുകയില്ല. ഇത് വിശ്വസിക്കണം. കർത്താവിൻ്റെ ഭവനം, കർത്താവിൻ്റെ വാഹനം, കർത്താവിൻ്റെ ഭൂമി. ഇതുപോലെ തന്നെയാണ് വിവാഹമെന്ന കൂദാശയിലൂടെ നമ്മൾക്ക് നൽകുന്ന മക്കൾ. എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് നിങ്ങൾ ആരും മാതാപിതാക്കൾ പറയരുത്. കർത്താവിൻ്റെ മകൾ, കർത്താവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അവിടെ വിജയം വരും. അവരെ കർത്താവ് പടിപടിയായിട്ട് ഉയർത്തും. പഠനത്തിൽ അവർക്ക് 1-ാം സ്ഥാനം കൊടുക്കും. പഠനം കഴിഞ്ഞാൽ അവർക്ക് ജോലി കർത്താവ് തന്നെ കൊടുക്കും. കർത്താവിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയണം, ദൈവമായ കർത്താവേ, ഈ മകൾ എൻ്റേതല്ല, നിൻ്റേതാണ്. ഞാനൊരു വളർത്തച്ഛനാണ്, ഒരു വളർത്തമ്മയാണ്. ഈ മകൻ എൻ്റേതല്ല, യേശു അപ്പൻ്റെയാണ്, യേശു അപ്പൻ്റെ മകനാണ്, യേശു അപ്പൻ്റെ മകളാണ്. ഇങ്ങനെ നമ്മളെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോഴെന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് നോക്കിക്കൊള്ളും. നമുക്കൊരു ടെൻഷൻ വരില്ല. അവരുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉയർച്ച, അവരുടെ വിവാഹം എല്ലാം യേശു തമ്പുരാനെ നിരുനാമത്തിൽ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ സാത്താൻ അവരിൽ നിന്ന് ഇറങ്ങിപ്പോകും. എൻ്റെ മകൻ, എൻ്റെ ഭവനം, എൻ്റെ കാറ്, എൻ്റെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ അതിൽ കയറി വരും. നിന്റെ സമ്പത്ത്, നിന്റെ വാഹനം, നിന്റെ മക്കൾ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താന് ഒരു അവകാശമുണ്ടാകും. അത് ജോബ് മനസ്സിലാക്കി. ജോബ് എന്താ പറഞ്ഞത്? ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ആ ഒരു വാക്കിലൂടെ സാത്താൻ അവനെ വിട്ടു ദൂരെ പോയി. വീണ്ടും ദൈവമായ കർത്താവ് ജോബിന് മക്കളെ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത് ധാരാളം അനുഗ്രഹിച്ചു. നമ്മളും അങ്ങനെ വേണം ചെയ്യാൻ. വേറെ ഒന്നും കൂടി നമുക്ക് നോക്കാം. യേശുനാഥന് പെസഹ ഭക്ഷിച്ച് ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് യേശുനാഥനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്തെല്ലാം ചെയ്തു യേശുവിനെ, അല്ലേ? ചമ്മട്ടി കൊണ്ടടിച്ച്, ചാട്ടവാറ കൊണ്ടടിച്ച്, ഒരു മുളുക്കിയിടം ഉണ്ടാക്കി ശിരസിൽ വെച്ച്, മുഖത്ത് തുപ്പി, കണ്ണ് വലിച്ചു കെട്ടിയിട്ട് നിന്നെ അടിച്ചത് ആരാണെന്ന് പറയാം. ഇതിനെയൊക്കെ അങ്ങോട്ട് തൊഴിക്കുകയും അടിക്കുകയും, മലയുടെ കൊണ്ടുപോകുമ്പോൾ കുരിശ് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഉന്തിത്തള്ളി താഴേക്ക് കൊക്കയിലേക്ക് ഇട്ട് കൊല്ലാൻ നോക്കി. എന്തെല്ലാം ചെയ്തു. നമ്മൾക്കൊന്നും താങ്ങാൻ പറ്റാത്തടത്തോളം അടിയും ചീത്തയെല്ലാം കേട്ട് കർത്താവ്. കുരിശ് മുത്തിയിട്ടാണ് യേശുനാഥൻ കുരിശിൽ കിടക്കുന്നത്. മണവാട്ടിയായ യേശുനാഥൻ്റെ കുരിശ് മുത്തിയിട്ടാണ് യേശു ശാന്തശീലനായി കരങ്ങൾ വിരിച്ച് കൊടുക്കുകയാണ്. അവരടിച്ച് കാരിരുപ്പാണ് അടിച്ച് കയറ്റി പറിച്ചിട്ട് പുറകുവശം ആണി മടക്കി കുരിശിൽ തൂക്കിയിട്ട് യേശു 7 പ്രാവശ്യം ആ കുരിശിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട്
ക്ഷമിക്കണേ. ഈ ഒരൊറ്റ വാക്കിൽ നിന്നാണ് സാത്താൻ കുരിശിൻ ചുവട്ടിൽ നിന്ന് അലറി കൂകി ദൂരേക്ക് പോകുന്നത്. ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിയെ ഭൂമിയിൽ സാത്താനെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. അത് നമ്മുടെ നസറനായ യേശുവാണ്. അവന്റെ നാമത്തിൽ നമ്മളെല്ലാം സമർപ്പിക്കുമ്പോൾ അവന് പിശാചിന് പേടിയാണ്. കാരണം സാത്താനെ നിരുവരിയാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. അവന്റെ മുൻപിൽ മാത്രമേ സാത്താൻ മുട്ടുമടക്കുകയുള്ളൂ. മനുഷ്യന് മുമ്പിൽ അവൻ മുട്ടുമടക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവൻ ഇടിച്ചു തള്ളിക്കയറി. യേശു നാമത്തിൽ ഞാൻ എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു, ഇങ്ങനെ പറയുമ്പോൾ അതിൽ സാത്താനൊരു അവകാശം ഉണ്ടാവില്ല. കാരണം ഉടമസ്ഥൻ യേശുവാണ്. അതാണ് വീട് വെഞ്ചരിപ്പ്. എല്ലാം നമ്മൾ എന്തെല്ലാം വെഞ്ചരിക്കുന്നുണ്ടോ അത് കർത്താവിന് സമർപ്പിക്കണം. നമ്മളങ്ങനെ സമർപ്പിച്ചതുകൊണ്ട് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നില്ല. കർത്താവ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണെങ്കിൽ ആരും അത് നിൽക്കില്ല. എന്നാൽ കർത്താവ് എടുത്തുകൊണ്ട് പോകുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ അധികാരവും നമ്മുടെ ദൈവമായ കർത്താവിന് സ്ഥാപിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യണം, വിശ്വസിക്കണം, പ്രാർത്ഥിക്കാം. നമ്മുടേതായിട്ടൊന്നും തന്നെ ഇല്ല. ഒന്നാലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. ഈ ഭൂമിയിൽ നിന്ന് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. എല്ലാം കർത്താവേ നിന്റെ ദാനമാണെന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ അവിടെ വിജയം തരുന്ന ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇരുതല വാളായ വചനവുമായിട്ട് കയറി വരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, നിന്റെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിനോർത്ത് നന്ദി പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ അഴിയും. സത്താൻ അലറി കൂകി കുരിശിൻ ചോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൂരെ പോ സാത്താനെ എന്ന് പത്രോസിനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ, ആവേ മരിയ. എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന്